ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ജഹാംഗീർ 90 കിലോമീറ്റർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റിൽ 90 കിലോമീറ്റർ. ഡ്യൂറിങ് ഫസ്റ്റ് 25 കിലോമീറ്റർ ഹി ട്രാവലഡ് ഇൻ എ സ്പീഡ് ഓഫ് 15.2 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഹൗ മെനി മീറ്റേഴ്സ് ഡിഡ് ജഹാംഗീർ കവർ പെർ സെക്കൻഡ്? അതായത് മീറ്റർ പെർ സെക്കൻഡിലാണ് ആൻസർ വരേണ്ടത്. റിമൈനിങ് ടൈം പീരീഡിൽ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ കറക്റ്റ് ടൈം എത്താൻ. അതായത് ഇപ്പോൾ ട്രാവൽ ചെയ്തത് 25 മിനിറ്റ് ആണ്. ഇതിനിപ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത് 35 മിനിറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60ൽ നിന്ന് 25 കുറച്ച് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു സംഭവം അലിഗേഷനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നമുക്കറിയാം സ്പീഡിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ സ്പീഡിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ റേഷ്യോ കിട്ടാൻ പോകുന്നത് ടൈമിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനി ഞാനാണെങ്കിൽ ഈ 90 കിലോമീറ്റർ പെർ അവർ 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 25 ആയിരിക്കും. ഓക്കെ, നമുക്ക് അലിഗേഷനിൽ ചെയ്യുമ്പോൾ അറിയാം, ഒരു വലിയ ക്വാണ്ടിറ്റി, ഒരു ചെറിയ ക്വാണ്ടിറ്റി, അതിൻ്റെ നടുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്പീഡിൽ നമ്മളിട്ട് അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടൈം ആയിരിക്കും, ടൈമിൻ്റെ റേഷ്യോ. അതിപ്പോൾ ടൈമിൻ്റെ റേഷ്യോ നമ്മൾ ഈ ടൈം എടുത്തിട്ട് അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അത് മീറ്ററിലാണേലും മിനിറ്റിലാണേലും ശരി, സെക്കൻഡിലാണേലും ശരി, അവറിലാണേലും ശരി, എപ്പോഴും റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് എടുത്തിട്ട് ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് മിനിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം നമ്മൾ ടൈമിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്, ടൈമല്ല. അപ്പോൾ നമുക്ക് അറിയാം ഈ 15.2 സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് 25 ബാക്കി ഇപ്പുറത്ത് വരുന്ന സ്പീഡ് 35. ഇത് 25 35 എന്ന് എടുത്തു കഴിഞ്ഞാൽ തെറ്റ് വരും. പക്ഷേ അതേസമയം അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് വരത്തില്ല. കാരണം അതിൽ നിങ്ങൾ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്തോ അല്ലെങ്കിൽ അവറിലോട്ട് കൺവേർട്ട് ചെയ്തോ റേഷ്യോ എടുക്കാൻ നേരത്തെ നമ്മൾ കിട്ടാൻ പോകുന്ന 5:7 എന്ന റേഷ്യോ തന്നെയായിരിക്കും അവിടെയും വരാൻ പോകുന്നത്. അപ്പോൾ ടൈമിൻ്റെ റേഷ്യോ 5:7 ആണ്. നമുക്കറിയാം ഇതിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ടൈം തന്നെയായിരിക്കും. ഓക്കെ, ഇനി അലിഗേറ്റ് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ 9.8 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടുത്തെ ക്വാണ്ടിറ്റി നമുക്ക് അറിയത്തില്ല. ദെൻ ഇവിടെ 7ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 9.8 കിടക്കുന്നത്, അതായത് 1.4 ടൈംസ് ആണ്. അപ്പം ഇവിടെയും വരുന്ന വാല്യൂ 1.4 ടൈംസ് ആയിരിക്കണം. കാരണം ഇവിടെ കിട്ടുന്ന ഐറ്റത്തിനെ സിംപ്ലസ്റ്റ് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 5:7 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന വാല്യൂ 7 ആണ്. ഇനി നോക്കേണ്ടത് ഇവിടുത്തെ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. സോ ഇവിടെ 25നേക്കാളും വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് ഈ ഒരു നമ്പറിൽ നിന്ന് 25 കുറയ്ക്കുമ്പോഴായിരിക്കും 7 കിട്ടുന്നത്. സോ ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ വാല്യൂ 32 ആയിരിക്കും. 32 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും. സോ 32 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.